ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 5th സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 4 സെഷൻസും ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ 4 ചാപ്റ്ററിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് വന്ന് കാണുക. അപ്പോൾ ആദ്യത്തെ കുറച്ച് സെഷൻസിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസ് എന്താ, പൊളാരിറ്റി എന്താ, ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്തുവാ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, കൂളംസ് ലോ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തുവാണ്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തുവാണ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്തുവാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ചത്. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈപോൾ എന്ന് പറഞ്ഞ പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഡൈപോൾ എന്താണ്, എന്നിട്ട് ഡൈപോൾ വെച്ച് എങ്ങനെ ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ചാർജസ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, രണ്ട് ചാർജ് ഞാൻ എടുക്കുന്നു, രണ്ടും ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ഒരു റെഡും ബ്ലൂവും വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് സേ റെഡ് പോസിറ്റീവ് ചാർജ് ആണ്, ബ്ലൂ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് നമ്മൾ നേരത്തെ വരയ്ക്കുന്ന പോലെ തന്നെ +q -q. ഓക്കെ, സോ ഒരു +q -q വളരെ കുഞ്ഞ് ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ളതിനെ നമ്മൾ ഡൈപോൾ എന്ന് പറയും. ഓക്കെ, സോ two equal and opposite charges at a very short അല്ലെങ്കിൽ very small distance of separation is called electric dipole. So two equal and opposite charges separated by a very small distance. Okay, ഒരു +q ഉണ്ട്, ഒരു -q ഉണ്ട്, അവ തമ്മിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ്. ഓക്കെ, ആ ചെറിയ ഡിസ്റ്റൻസിന് നമ്മൾ നേരത്തെ നമ്മൾ r എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ഇവിടെ 2l എന്ന് എടുക്കുവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, പ്രോബ്ലംസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ അതിനെ 2l ആയിട്ട് എടുക്കുവാണ്. നടുക്ക് ഒരു സെന്റർ ഓഫ് ഡൈപോൾ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് L ഡിസ്റ്റൻസ്, അപ്പുറത്തോട്ട് L ഡിസ്റ്റൻസ് എന്നുള്ള പോലെ. ഓക്കെ, സോ ആ 2ന് അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. ആ ഡിസ്റ്റൻസിന് നമ്മൾ 2l ആയി എടുക്കുന്നു. വെറുതെ l ആയി എടുക്കാതെ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ 2l ആയി എടുക്കുന്നു. ഓക്കെ, സോ അതാണ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, സോ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഡൈപോൾ ഒരുപാട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോറിൻ ആറ്റം, ഓക്കെ, ക്ലോറിൻ, മറ്റൊരു ക്ലോറിൻ. ഓക്കെ, ഒരു ക്ലോറിൻ, ഒരു മോളിക്യൂൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് വന്നിട്ട് ഒരു ക്ലോറിൻ ആറ്റമിന്റെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഒരു ക്ലോറിൻ നെഗറ്റീവ് ആയിരിക്കും, ഒരു ക്ലോറിൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ രണ്ട് ചാർജസ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വളരെ, ക്ലോറിൻ മോളിക്യൂൾസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ വളരെ ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അറ്റ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. ഇത് തന്നെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ഡൈപോളിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ വാട്ട് ആർ ഡൈപോൾസ്? ഡൈപോൾസ് ആർ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡൈപോൾ പറയുമ്പോഴത്തേക്കും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയൊരു പാരാമീറ്റർ ആണ് നമ്മൾ പറയുന്നത് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന പോലെ ഒരു ക്വാണ്ടിറ്റി ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ എപ്പോഴും പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പോൾ ഒരാൾ നമ്മൾ പറയുമ്പോൾ അയാൾക്ക് ഇത്ര വെയിറ്റ് ആണ്, ഇത്ര ഹൈറ്റ് ആണെന്ന് പറയുന്ന പോലെ ഒരു ഡൈപോൾ എപ്പോഴും പറയുമ്പോഴത്തേക്കും ആ ഡൈപോൾ മൊമെന്റ് എത്രയാ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഇപ്പുറത്ത് +q ആണെങ്കിൽ അപ്പുറത്ത് -q തന്നെ ആയിരിക്കണം. ഇപ്പുറത്ത് 1 കൂളം ചാർജ് ആണെങ്കിൽ അപ്പുറത്ത് -1 കൂളം ചാർജ് ആയിരിക്കണം. +2 കൂളം ചാർജ് ആണ് ഇപ്പുറത്തെങ്കിൽ അപ്പുറത്ത് -2 കൂളം ചാർജ് തന്നെ ആയിരിക്കണം. അപ്പോൾ രണ്ട് സൈഡിലും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ് ചാർജിനുള്ളത്, സൈനിന് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ ആ മാഗ്നിറ്റ്യൂഡ് q എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു അവിടെയുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ നമ്മൾ 2l ആയിട്ടാണ് എടുത്തത്. അപ്പൊ q ഇൻറ്റു 2l ആയിരിക്കും എപ്പോഴും ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൈപോൾ മൊമെന്റ് ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. എത്രയാണോ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റി കിട്ടുന്നോ ആ ക്വാണ്ടിറ്റിനെ നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളൊരു പ്രോപ്പർട്ടി പറയുവാണ് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ പറയുവാണെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ പറയണം. ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രോപ്പർട്ടി 5 കാര്യങ്ങൾ പറയേണ്ടത്? ആദ്യം അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഡൈപോൾ മൊമെന്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം. നെക്സ്റ്റ് പറയേണ്ടത് ഇതിന്റെ എക്സ്പ്രഷൻ. സോ എക്സ്പ്രഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു P = Q ആണ് ചാർജ് എന്നുണ്ടെങ്കിൽ Q ഇൻറ്റു 2l, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ പറഞ്ഞ് 2l ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ Q ഇൻറ്റു 2l ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റിന്റെ
എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ആദ്യം ഡെഫിനിഷൻ, എക്സ്പ്രഷൻ, മൂന്നാമത്തെ കാര്യം പറയേണ്ടത് യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നോക്കുക, യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ എക്സ്പ്രഷൻ തന്നെ നോക്കിയാൽ മതി. ആ എക്സ്പ്രഷനിൽ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ടോ ആ ക്വാണ്ടിറ്റീസിന് നമ്മൾ യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫൈനൽ ക്വാണ്ടിറ്റി എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് അതിന്റെ യൂണിറ്റ് കിട്ടും. സോ ക്യൂവിന്റെ യൂണിറ്റ്, ചാർജിന്റെ യൂണിറ്റ്, വീണ്ടും കൂളംബ് ആണ്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ക്യൂവിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് 2L ആണ് പറയുന്നത്. സോ ആ 2വിന് സിഗ്നിഫിക്കൻസ് ഇല്ല, 2വിന് യൂണിറ്റ് ഇല്ല, അപ്പോൾ L ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ കൂളം മീറ്റർ ആയിരിക്കും ഇതിന്റെ ഡയമെൻഷൻ. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത് പറഞ്ഞാൽ ഇവിടെ 2 Q ഉള്ളത് കൊണ്ട് Q² എന്ന് എഴുതി വെക്കരുത്, അല്ലെങ്കിൽ 2Q എന്ന് എഴുതി വെക്കരുത്. 2 Q ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ Qയെ നമ്മൾ എക്സ്പ്രഷൻ എഴുതാറുള്ളൂ. പലപ്പോഴും അങ്ങനെ കുട്ടികൾ എഴുതി കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ തെറ്റ് വരുത്താതിരിക്കാം. P equal to Q into 2L, ഒരു Q മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഡയമെൻഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ പറയാൻ പറ്റും. ക്യൂവിന്റെ ഡയമെൻഷൻ AT. ഓക്കെ, A എന്ന് പറയുന്ന ഇലക്ട്രിക് കറന്റ്, T എന്ന് പറഞ്ഞ ടൈം. അതെങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ ഫ്യൂച്ചർ ചാപ്റ്റേഴ്സിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ AT into L ഡയമെൻഷൻ ലെങ്ത്. ഇനി ഫൈനലി ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയ ചാർജും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയ ലെങ്തിനെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെക്ടറിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എപ്പോഴും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അങ്ങനെ ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നത് ഈ ഡൈപോൾസിന് കുറെ പ്രോപ്പർട്ടീസ് ആയിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡൈപോൾസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഡൈപോൾസ് വരുമ്പോഴത്തേക്കും അതിന്റെ ചാർജ് എത്രയാ, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ, അതിനുള്ള ടോർക്ക് എത്രയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി പഠിക്കുന്നത്. ഓക്കെ, സോ നേരത്തെ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളും ഈ ഡൈപോളിനെയും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ട് പഠിക്കുന്നത്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഡൈപോൾ. എസ്പെഷ്യലി നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ നോക്കുമ്പോഴത്തേക്കും, നമ്മുടെ ഒബ്ജക്ട്സിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ചാർജ് ഐസൊലേറ്റഡ് ആയി ഒരിക്കലും നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിലും ഒരിക്കലും ചാർജസ് ഐസൊലേറ്റഡ് ആയി നമ്മൾ കാണാറില്ല. എപ്പോഴും ചാർജ് ഒന്നിച്ചാണ് കാണാറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോറിൻ എപ്പോഴും ഒരു പോസിറ്റീവ് ക്ലോറിൻ ആയിട്ട് ഒറ്റ ആറ്റം ആയിട്ട് കാണത്തില്ല, ഒരു മോളിക്യൂൾ ആയിട്ട് കാണാറുള്ളൂ. വാട്ടർ ഒരു ഡൈപോളിന്റെ എക്സാമ്പിൾ ആണ്. സോ ഹൈഡ്രജനും ഓക്സിജനും വെറുതെ അങ്ങനെ ഫ്രീ ആയിട്ട് കാണുമല്ല, പക്ഷെ H2O ആയിട്ടാണ് കാണുന്നത്, ശരിയല്ല? അപ്പൊ അവിടെയും ഒരു ഡൈപോൾ ആയിട്ടാണ് കാണുന്നത്. സോ റിയൽ ലൈഫിൽ ഡൈപോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡൈപോളിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് അതിന്റെ പ്രോപ്പർട്ടീസും ഈ ചാപ്റ്ററിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ടോർക്കും പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ഡൈപോളിൽ വരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് പല സ്ഥലത്ത്. സോ ഒരു ഡൈപോൾ ഇരിക്കുന്നു, ആ ഡൈപോളിന് ചുറ്റും എത്ര ഇലക്ട്രിക് ഫീൽഡ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർ ഈ സെഷനിലെ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷൻ നോക്കുക, അതിന്റെ ലിങ്ക്സ് താഴെയുണ്ട്. ഓക്കെ, സോ ആദ്യം ഞാൻ ഇതിന്റെ ആക്സിയൽ ഡൈപോൾ മൊമെന്റ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ദി ഡൈപോൾ. ആക്സിയൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആക്സിസിലൂടെ അല്ലെങ്കിൽ ആക്സിസിലുള്ള പോയിന്റ് അല്ലെ. സോ ഒരു ഡൈപോൾ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതാണ് ആക്സിസ് അല്ലെ. ഈ ലൈൻ ജോയിനിങ് ചാർജസ്, ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, മറ്റൊരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, അവ തമ്മിലുണ്ടാവുന്ന ജോയിനിങ് ലൈനിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. സോ ആ ആക്സിസിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ആക്സിസിൽ ഞാൻ ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ് ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാവാം. എന്തായാലും ഈ ലൈനിൽ വരുന്ന ഒരു പോയിന്റ്, ഓക്കെ, ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് ദി ഡൈപോൾ. ഇതൊരു വലിയ ഡെറിവേഷൻ ആണ്, പലപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഡെറിവേഷൻ ആണ്. സോ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയും കൺസിഡർ ഡൈപോൾ വിത്ത് ലെങ്ത് 2L, കൺസിഡർ എ പോയിന്റ് ഓൺ ദി ആക്സിസ് ഓഫ് ദി ഡൈപോൾ. ഏതെങ്കിലും ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ആ പോയിന്റ് ഇവിടെ ആവാം, ആ പോയിന്റ് ഇവിടെ ആവാം, ആ പോയിന്റ് ഇപ്പുറത്താവാം, നടുക്കാവാം, ഈ ചാർജിന്റെ അവിടെ ആവാം, എവിടെയായാലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. സോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് ചാർജിന്റെ സൈഡിലുള്ള ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കൺസിഡർ എ പോയിന്റ് P, ഓക്കെ, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R. ആ പോയിന്റ് P എവിടെയാണ്? ആ പോയിന്റ് P ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. അത് എപ്പോഴും നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൈപോൾ പറയുമ്പോൾ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് വേണം എത്ര ദൂരം എന്നുള്ളതെല്ലാം പറയാം. സോ ഡൈപോൾ സെന്ററിനെ ഞാൻ O ആയിട്ട് കരുതുന്നു. ഓക്കെ, സോ ഈ ഡെറിവേഷൻ എഴുതുമ്പോഴത്തേക്കും കൺസിഡർ ഡൈപോൾ വിത്ത് ചാർജസ് Q, ലെങ്ത് 2L, ആൻഡ് ഹാവിംഗ് ദ സെന്റർ ഓഫ് ഡൈപോൾ അറ്റ് പോയിന്റ് O.
ഓക്കെ, പോയിന്റ് ഒ ആണ് അവിടുത്തെ സെന്റർ ഓഫ് ഡൈപോൾ, ഡൈപോളിന്റെ നടുവശം. ഓക്കെ, കറക്റ്റ് നടുക്ക് നോക്കും. എപ്പോഴും നമ്മൾ നടുക്കാണല്ലോ നോക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു പേന എടുക്കും, ഈ പേനയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ നടുക്കായിരിക്കും. സോ എല്ലാ ഒബ്ജക്ട്സും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നടുക്കുള്ള പോയിന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതേപോലെ ഈ ഡൈപോളിന്റെ നടുക്ക് നോക്കുവാണ്. സോ ആ ഡൈപോളിന്റെ നടുക്ക് നിന്നും ആർ ഡിസ്റ്റൻസിൽ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പോയിന്റ് ഇവിടെ തന്നെ ആവണമെന്നില്ല, ആ പോയിന്റ് ഇവിടെ ആവാം, ആ പോയിന്റ് ഇവിടെ ആവാം, ഇപ്പത്താവാം, എവിടെയാണെങ്കിലും ഒരു ആർ ഡിസ്റ്റൻസ്, നമുക്ക് അറിയത്തില്ല എത്ര ഡിസ്റ്റൻസ് ആണെന്നുള്ളത്, ഒരു ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇത്രയും നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഓക്കെ, കൺസിഡർ ഡൈപോൾ ഹാവിംഗ് ചാർജസ് q, ലെങ്ത് 2l, സെന്റർ ഓഫ് ദി ഡൈപോൾ ഇസ് o, മേബി എ ബി പോയിന്റിലാണ് ഈ ചാർജ് ഇരിക്കുന്നത്. സോ ദ ചാർജസ് ആർ അറ്റ് പോയിന്റ്സ് എ ആൻഡ് ബി, ദ സെന്റർ ഓഫ് ദി ഡൈപോൾ ഇസ് അറ്റ് o. കൺസിഡർ എ പോയിന്റ് p which is at a distance of r from the center of the dipole. സെന്റർ ഓഫ് ഡൈപോളിൽ നിന്നും ഡൈപോളിന്റെ നടുവശത്തിൽ നിന്നും ആ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് പീനെ ഞാൻ എടുക്കുവാണ്. ആ പോയിന്റിൽ എത്ര ഇലക്ട്രിക് ചാർജ് വരും, ഇലക്ട്രിക് ഫീൽഡ് വരും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി എന്ന് പറയുന്നത്, എയും ബിയും എന്ന് പറയുന്നത് പോയിന്റ്സ് ഓഫ് ചാർജസ് ആണ്. എയിൽ -q ഇരിക്കുന്നു, ബിയിൽ +q ഇരിക്കുന്നു. റാൻഡമായി നമ്മൾ അസൈൻ ചെയ്താണ്. പി ക്യൂ നിങ്ങൾക്ക് എടുക്കാം, എന്ത് വേർഡ്സ് വേണം നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, O എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഡൈപോൾ ആണ്, ആൻഡ് P എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ്, ആക്സിസിൽ ഒരു പോയിന്റ്. ഓക്കെ, ആക്സിസിൽ തന്നെ ആയിരിക്കണം, നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ അല്ല ആക്സിസ്, ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമാണ് നമ്മളിപ്പോ പറയുന്നത്. വേറെ പോയിന്റ് നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യാം, വേറൊരു ഡെറിവേഷൻ ആണത്. ഓക്കെ, സോ ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓർക്കുക, ഏതൊരു പോയിന്റിന്റെ ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഉള്ളതായി അസ്യൂം ചെയ്യുക. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എന്താണ്? ഒരു 1 കൂളം ചാർജ് അവിടെ ഉള്ളതായി നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ഒരു 1 കൂളം ചാർജ് അവിടെ വന്നു കഴിഞ്ഞാൽ ആ 1 കൂളം ചാർജിൽ എന്തുമാത്രം ഫോഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ആ പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് ഉള്ളതായി നമ്മൾ അസ്യൂം ചെയ്യും. യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ്, +1 കൂളം ഉള്ളതായി അസ്യൂം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞു. ഓക്കെ, പിയിൽ ഒരു പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞു. ആ പിയിലെ പോസിറ്റീവ് ചാർജിനെ ഈ പോസിറ്റീവ് ചാർജ്, ഇവിടെ 2 ചാർജ് നമുക്കുണ്ട്, എയിൽ ഒരു ചാർജ് ഉണ്ട്, ബിയിൽ ഒരു ചാർജ് ഉണ്ട്, -q +q. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് വന്നത്. അപ്പൊ ആദ്യം ഈ +q എന്ന് പറഞ്ഞാൽ ഇതും പോസിറ്റീവ് ആണ്, അതും പോസിറ്റീവ് ആണ്. അപ്പൊ ഇവൻ അവനെ പിടിച്ച് നീക്കാൻ ശ്രമിക്കും. ഓക്കെ, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. അപ്പോ ഈ ബിയിലുള്ള ചാർജ് പിയിലുള്ള ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് അങ്ങോട്ടായിരിക്കും. റൈറ്റ്, ഫസ്റ്റ് വൺ ഇസ് റിപ്പലിംഗ്. സെക്കൻഡ് വൺ q എന്ന് പറഞ്ഞ ചാർജ്. ഓക്കെ, q എന്ന് പറഞ്ഞ ചാർജ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉള്ള ചാർജിനെ പിടിച്ച് അട്രാക്ട് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. അവനെ പിടിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വലിക്കുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, സോ ഈ എ എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും, ഈ ബി എന്ന് പറയുന്നത്, ബി കാരണം ഉണ്ടാവുന്ന ചാർജ്, ഉണ്ടാവുന്ന ഫീൽഡ്, ഓക്കെ, അത് അങ്ങോട്ടായിരിക്കും. എ കാരണം ഉണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. സോ അട്രാക്റ്റീവ് ഫോഴ്സ് is along this side. Okay, now again electric field എന്ന് പറഞ്ഞ സെഷനിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു 2 ചാർജസ് ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. സോ അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് അഗൈൻ k into q divided by r². k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് വാല്യൂ 9 into 10 to the power 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. ദെൻ ക്യൂവിന്റെ ചാർജ് എന്ന് പറയുന്നത്, Q എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ചാർജ് ആണ്, സോഴ്സ് ചാർജ് ആണ്. ആൻഡ് ദെൻ R എന്ന് പറയുന്നത്, r² R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് 2 ചാർജസ്. അപ്പോ ആദ്യം ഇവിടെ നോക്കുക, എനിക്ക് K അറിയാം, K നമ്മൾ എഴുതി. അപ്പൊ ഈ A എനിക്ക് കണ്ടുപിടിക്കണം. ഈ നെഗറ്റീവ് ചാർജ് കാരണം ഇതിലുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ B കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ B ഞാൻ ആദ്യം എഴുതുവാണ്. K into -q ആണ്. സോ -q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ നോക്കുക. നമ്മൾ എപ്പോഴും സെന്ററിൽ നിന്നും പോയിന്റ് വരെ R എന്നെടുത്തു. ഓക്കെ, പക്ഷെ നമുക്ക് നോക്കേണ്ടത് ഈ പോയിന്റിൽ നിന്നാണ്, ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു L ഡിസ്റ്റൻസ് കൂടെ ഉണ്ട്. ഓക്കെ, സോ R + L ആയിരിക്കും ആ പോയിന്റ് പിയിൽ നിന്നും എയിലോട്ടുള്ള ദൂരം. ഓക്കെ,
കാരണം സെന്റർ വരെ ആർ ഉണ്ട്, ഇങ്ങോട്ടൊരു എൽ ഉണ്ട്. സോ ആർ പ്ലസ് എൽ ആയിരിക്കും. സോ എഫക്റ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത് കെ ഇൻറ്റു നെഗറ്റീവ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ഡി ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന എയിലുള്ള ചാർജ് കാരണം ഉണ്ടാവുന്ന ഫീൽഡ് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കുക? വീണ്ടും സെയിം ഫോർമുല, കെ ഇൻറ്റു പോസിറ്റീവ് ക്യൂ ആണ്, പോസിറ്റീവ് ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് പറയാൻ നോക്കാം, സെന്റർ വരെ ആർ ഡിസ്റ്റൻസ്. ഓക്കെ, പക്ഷെ ഇങ്ങോട്ട് ഒരു എൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഈ ആറിൽ നിന്നും ഈ എൽ മൈനസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവ രണ്ടിന്റെയും വെക്ടർ സം എടുത്താൽ മതി. ഓക്കെ, സോ ഈ ആക്സിയൽ വിൽ ബി ഈക്വൽ ടു എ പ്ലസ് ഇ ബി, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കാരണം എന്താ, സെയിം ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, 180 ഡിഗ്രി ആണ് ആംഗിൾ. അപ്പൊ എനിക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി എനിക്ക് അതിനെ ആഡോ മൈനസോ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇ എ പ്ലസ് ഇ ബി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇ എ നമുക്കറിയാം, ഇ എന്ന് പറയുന്നത് കെ ഇൻറ്റു ഇവിടെ കിടപ്പുണ്ട്, കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ. അത് ഞാൻ എഴുതി. ഓക്കെ, ദെൻ പ്ലസ് നെക്സ്റ്റ് ഇ ബി എനിക്കറിയാം, ഇവിടെ കിടപ്പുണ്ട്, കെ ഇൻറ്റു നെഗറ്റീവ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ഡി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളായിട്ട് സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ സോൾവ് ചെയ്ത് തരാം, പക്ഷെ നിങ്ങളായിട്ട് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ സോൾവ് ചെയ്യുന്ന ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കുക. ഓക്കെ, സോ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഞാൻ ഇവിടെ ഉള്ള കെ ക്യൂ, ഇവിടെ ഒരു കെ ക്യൂ ഉണ്ട്, ആ കെ ക്യൂ ഞാൻ കോമൺ എടുക്കുവാണ്. കെ ഇൻറ്റു ക്യൂ, കെ ക്യൂ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 1 ആണുള്ളത് ന്യൂമറേറ്റർ. സോ 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ, 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ, വലിയ ബ്രാക്കറ്റിൽ ഞാൻ എടുക്കും, പ്ലസ് കെ ക്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഉണ്ട്, സോ -1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ മൈനസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് മാറി, ഇവിടെ മൈനസ് വന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി ഇതിന്റെ എൽസിയം എനിക്ക് എടുക്കാം. എങ്ങനെയാണ് എടുക്കുന്നത് നോക്കിയാൽ 1/a പ്ലസ് 1/b എന്നുള്ളത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ബിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈ എനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, ഡിനോമിനേറ്റർ ഇത് രണ്ടും മൾട്ടിപ്ലൈ. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആദ്യം ബി ഇങ്ങോട്ട് പോവാം, ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി. മനസ്സിലായോ? സോ 1/a പ്ലസ് 1/b എന്ന് പറയുന്ന ഫോമിന്റെ ഒരു ഷോർട്ട്, അതായത് ഷോർട്ട് ആക്കി എഴുതാം, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി എന്ന് എഴുതാം. അതേപോലെ ഇവിടെ 1/a മൈനസ് 1/b എന്നുള്ള ഫോമാണ്. അപ്പൊ ഞാൻ ആദ്യം ഇതിനെ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിനെ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്റർ ആണ് ഞാൻ ആദ്യം എഴുതുന്നത്, കെ ക്യൂ കോമൺ പുറത്തുണ്ട്, അത് പുറത്ത് എഴുതി. ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ, മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആയിരുന്നുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്, ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് വന്നേ. സോ മൈനസ് ആർ മൈനസ് എൽ, ഇതിനെ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു, ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ദി ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു താഴെ എ ബി ആണ്, താഴെ എന്തുണ്ടോ അത് ഇൻറ്റു ഈ ഡിനോമിനേറ്റർ. ഈ ഡിനോമിനേറ്റർ ഇൻറ്റു ആ ഡിനോമിനേറ്റർ, ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെപ്പിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ എഴുതുക, ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യും. ഈ ടൈം സ്റ്റാമ്പ് എഴുതിയിട്ട് കമന്റിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ഇത് രണ്ടിനെയും നമുക്ക് ഓപ്പൺ ചെയ്ത് എഴുതാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ സോൾവ് ചെയ്യാണ്, ന്യൂമറേറ്റർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ, മൈനസ് ഓഫ് കോമൺ മൈനസ് ആണ്, വീണ്ടും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അത് ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതുക, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ശരിയാണോ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ എ സ്ക്വയർ ആണ്, അത് മൈനസ് എ സ്ക്വയർ ആയി. ഓക്കെ,
പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു, അത് മൈനസ് ബി സ്ക്വയർ ആയി, കാരണം മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ഈ മൈനസ് പോസിറ്റീവ് ആവും. ശരിയാണോ? ഓക്കെ, സോ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഈ എ സ്ക്വയറും എ സ്ക്വയറും കട്ട് ചെയ്ത് പോകും, ബി സ്ക്വയറും ബി സ്ക്വയറും കട്ട് ചെയ്ത് പോകും. 2ab പ്ലസ് 2ab 4ab അല്ലെ, 4ab. അപ്പോ ഇതിന്റെ എഫക്റ്റീവ് ആൻസർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4ab ആയിരിക്കും. അതേപോലെ ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എൽ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, കെ ക്യൂ കോമൺ എടുത്തു, ഞാൻ ന്യൂമറേറ്റർ മാത്രം എഴുതുവാണ്, 4rl എന്ന് എഴുതാമോ? 4rl. ശരിയാണോ? ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഡിനോമിനേറ്റർ നോക്കാം. ഇനി ഡിനോമിനേറ്റർ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നോക്കിയേ, ആർ പ്ലസ് എൽ ദി ഹോൾ സ്ക്വയർ r plus l the whole square into r minus l the whole square. ഓക്കെ, ഈ ഫോം ഒന്ന് ശ്രദ്ധിക്കുക. a plus b into a minus b. ഇത് നമുക്കറിയാം, a plus b into a minus b എന്ന് പറയുന്നത് a square minus b square ആണ്. ശരിയാണോ? a plus b into a minus b 10 plus 3 into, ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. 10ഉം 3ഉം ആയിട്ട് എടുക്കാം. 10 plus 3 into 10 minus 3 13 into 7 ആണോ? 13 into 7 എത്രയാ? 91. ഓക്കെ, a square minus b square ആണെങ്കിൽ 10 square minus 3 square 100 minus 9 91. ഓക്കെ, സോ ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം ഫോമിൽ ഞാനൊരു സ്ക്വയർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആൻസറിന് ഒരു ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, a plus b the whole square minus into a minus b the whole square എന്ന് പറഞ്ഞാൽ a square minus b square the whole square ആയിരിക്കും. 2 പ്രാവശ്യം വന്നുകൊണ്ട് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ആയി വന്നു. അതേപോലെ r plus l in the whole square into r minus l the whole square എന്ന് പറയുന്നതിന് r square minus l square the whole square എന്ന് എനിക്ക് എഴുതാം. അപ്പൊ അതായിരിക്കും ഡിനോമിനേറ്റർ. ഓക്കെ, r square minus l square the whole square. ഓക്കെ, ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം. നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് 12 ആണ്. ഓക്കെ, ക്യൂ ഇങ്ങോട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യൂ ഞാൻ ഇവിടെ എഴുതുവാണ്, താഴെ എഴുതുന്നതിന് പകരം അകത്ത് എഴുതുവാണ്. ഓക്കെ, എന്നിട്ട് ഈ 4നെ ഞാൻ 2 into 2 എന്ന് എഴുതുവാണ്. ഓക്കെ, 2 into 2 എന്ന് എഴുതും. സോ എന്തായി? q into r l into 2 into 2. ഓക്കെ, നമുക്ക് എന്തറിയാം? p equal to q into 2l എന്നറിയാം. അപ്പോ ഈ q 2l q into 2l എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഇക്വേഷന് k into q into 2l ഇത്രയും സാധനങ്ങളെ ഞാൻ ഡൈപോൾ മൊമെന്റ് ആയിട്ട് എഴുതും, p. ബാക്കി എന്താ ഉള്ളത്? r ഉം 2 into 2r divided by r square minus l square the whole square. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. എന്ത് റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കാം. ഏതെങ്കിലും ഒരു പോയിന്റ് ആക്സിസിൽ, ഏതെങ്കിലും ഒരു പോയിന്റ്, എങ്ങനത്തെ പോയിന്റ് ആണ്? r ഡിസ്റ്റൻസ് ഉള്ള പോയിന്റ്. അങ്ങനെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? k ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ് ഇൻറ്റു 2 ഇൻറ്റു എത്ര ഡിസ്റ്റൻസിലാണോ സെന്ററിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. സെന്ററിൽ നിന്നാണ് r എന്ന് പറയുന്നത്, സെന്ററിൽ നിന്നാണ്. ഓക്കെ, സെന്ററിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് എടുക്കുന്നത് അത് 3 മൾട്ടിപ്ലൈ ചെയ്ത ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ r സ്ക്വയർ മൈനസ് ലെങ്ത് എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഓർക്കുക, ഓക്കെ, ഡൈപോളിന്റെ ലെങ്തിന്റെ ഹാഫ് ലെങ്ത് ആണ്. 2l ആണ് ടോട്ടൽ ലെങ്ത്, l എന്ന് പറയുന്നത് ഹാഫ് ലെങ്ത് ആണ്. അപ്പൊ r സ്ക്വയർ മൈനസ് l സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് ആക്സിസിൽ ഏതൊരു പോയിന്റ് എടുത്താലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പുറത്തൊരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ പോയിന്റ് p ഇപ്പുറത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക, അത് x ആണെന്ന് വെച്ചു. അങ്ങനെ x ആണെന്നുണ്ടെങ്കിൽ k ഇൻറ്റു p ഇൻറ്റു 2x ഡിവൈഡ് ബൈ x സ്ക്വയർ മൈനസ് l സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടും. ഈ ഡെറിവേഷൻ പലപ്പോഴും HSC എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. അപ്പൊ ആക്സിയൽ പോയിന്റിൽ എത്ര ഡൈപോൾ മൊമെന്റ് ഉണ്ട്, എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് ഒരു ഡൈപോളിന് എന്നാണ് ഇന്ന് നമ്മൾ നോക്കിയത്. സോ അത് കൂടാണ്ട് ആദ്യം എന്താ നോക്കിയത്? ഇലക്ട്രിക് ഡൈപോൾ എന്താണ്,
ഡൈപോൾ മൊമെന്റ് എന്താണ് എന്ന് നോക്കി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ നിങ്ങൾ അത് ചോദിക്കാം.